രൂപയുടെ വ്യത്യാസം വരുമെന്നല്ലേ? അരി സെയിമാ. ആ, പാക്കിങ്ങിന് പൈസ എടുക്കൂല്ലേ? ആയിട്ടോ, ഞാനൊരു ഇച്ചിരി അരി അതിലിട്ടേക്കും, ഒരിക്കലും ബക്കറ്റ് ഒഴിയാതിരിക്കാൻ. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവനാണ് കിളി പോയിരിക്കുന്നേ. നമ്മളാണ് ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ തീർന്നേ. അപ്പം നമുക്ക് പോയിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. അപ്പം ഞങ്ങള് ക്രിസ്റ്റലിലേക്കാണ് പോകുന്നത്. തൊടുപുഴ ക്രിസ്റ്റലിലാണ് പോകുന്നത്. ക്രിസ്റ്റൽ കാർഡൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അവിടെ നമുക്ക് സാധനങ്ങൾ എടുക്കുമ്പം നല്ല വിലക്കുറവ് കിട്ടും, നല്ല ലാഭത്തിൽ കിട്ടും. അപ്പം വേറെ ഒന്നുമില്ല, വീട്ടിലേക്കുള്ള കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങാം എന്ന് വിചാരിച്ച് പോകുന്ന. നമ്മളെ എല്ലാ മാസം പോയി എടുക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിത് തൊടുപുഴ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി കടയിൽ ചെന്നിട്ട് കാണാം. നമ്മൾ തൊടുപുഴ എത്തിയെന്ന് അറിയിക്കാനാണ് കേട്ടോ ഈ ഗാന്ധി സ്ക്വയർ. തൊടുപുഴ എന്ന് കാണിക്കുമ്പം ഈ ഗാന്ധിജി ആയിരിക്കും എപ്പോഴും കാണിക്കുക പല വീഡിയോസിലൊക്കെ. അപ്പോൾ തൊടുപുഴ ചന്തയാണ് കേട്ടോ ഇത്. ആ ഒരു വഴി തൊടുപുഴ ചന്തയിലേക്കുള്ള വഴിയാണ്. ഇപ്പം നമ്മളത് ക്രിസ്റ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാ കാണുന്നതാണ് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ്. അപ്പം നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതിലെ കയറ്റിക്കൊണ്ട് ഇതിലിങ്ങനെ അങ്ങ് പോകാൻ മേല. അപ്പം ഇതാ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് നേരെ കയറാം. അപ്പൊ ഇതാണ് കേട്ടോ ക്രിസ്റ്റൽ കാർഡ്. അപ്പൊ കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ക്രിസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഇതുപോലെ മസാലകളൊക്കെയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഫിഷ് മസാല, ഗരം മസാല എന്ന് വേണ്ട എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ കുറച്ചൊക്കെ എടുത്തു, നമുക്ക് ആവശ്യമുള്ളത് എടുത്തു. കുറച്ചൊക്കെ നമ്മൾ നേരത്തെ വാങ്ങി വെച്ചതെല്ലാം വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. നേരത്തെ തന്നെ എല്ലാം ഇതുപോലെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ലാഭത്തിന് കിട്ടി എന്ന് കരുതിക്കൊണ്ട് ഡേറ്റ് തീരാറായതോ എക്സ്പയറി ഡേറ്റ് കഴിയാറായതോ ഒന്നും അല്ല. എക്സ്പയറി ഡേറ്റൊക്കെ ഒരു വർഷത്തിന് മിച്ചമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അത് എന്താണെങ്കിലും നമുക്കൊക്കെ ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ അപ്പപ്പൊടി പുട്ടുപൊടിയൊക്കെ നമുക്ക് ഉണ്ട്. ആട്ടപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 ആട്ടപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. പ്രാതലിൻ്റെ ആട്ടപ്പൊടി എടുത്ത്. പ്രാതലിൻ്റെ അപ്പപ്പൊടി പുട്ടുപൊടിയൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ അധികം വലിച്ചു നീട്ടിയുള്ള വീഡിയോസൊന്നും എടുത്തില്ല. ഓരോ സെക്ഷനിലും എത്തുമ്പോൾ മാത്രം അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മളിതാ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് ക്രിസ്റ്റലിലെ ഒരു താഴത്തെ ഫ്ലോർ നമുക്ക് മൊത്തം ഒന്ന് ചുറ്റി അടന്ന് കാണാം. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ അടുക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. നല്ല രസമാണല്ലേ. അപ്പോൾ വിഷുവൊക്കെ ആകാറായതുകൊണ്ട് പപ്പടമൊക്കെ ഇരിക്കുന്നത് കണ്ടതുപോലെ ഫിക്സ്, അതുപോലെ ഈ ഫ്രൂട്ട്സൊക്കെയാണ്, അതായത് ഒലീവിൻ്റെ കായൊക്കെയാണ് കേട്ടോ. അപ്പം നല്ല ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആൻസൂട്ടറിന് ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആൻസൂട്ടറിന് അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ പുളി ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചസാര, നമ്മുടെ വീട്ടിൽ പഞ്ചസാര തീർന്നിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പഞ്ചസാര എടുത്തു. പഞ്ചസാര നമ്മൾ കുറച്ച് അധികം തന്നെ എടുത്തു. എപ്പോഴും കടയിലേക്ക് ഓടണ്ടല്ലോ എന്നോർത്ത് തീർന്നപ്പോൾ പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങി. വീടിൻ്റെ അടുത്ത് കടയൊക്കെ ഉണ്ട്, പക്ഷേ ഇതുപോലെ ഒന്നിച്ച് വാങ്ങി വയ്ക്കുവാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടകൾ തോറും പോകണ്ടല്ലോ. അപ്പം പിന്നെ അരി വാങ്ങാനായിട്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ സാധാരണ 10 കിലോയുടെ പാക്കറ്റാണ് വാങ്ങാറുള്ളത്. ഇത്തവണ ലൂസായിട്ടുള്ള അരി വാങ്ങാമെന്നാണ് വിചാരിച്ചേ. അപ്പം സദ്യ വടിയരിയാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് പേ ചെയ്യുവാണ്. അപ്പോൾ അവർ കമ്പ്യൂട്ടറിൽ അതിൻ്റെ പ്രൈസൊക്കെ നോക്കിയിട്ട് നമ്മുടെ ക്രിസ്റ്റൽ കാർഡ് വാങ്ങും. എന്നിട്ട് അതിൽ നിന്ന് കുറയ്ക്കാനുള്ളതെല്ലാം കുറച്ചിട്ട് ബാക്കി എമൗണ്ടാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് അറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബിസ്മിയിൽ അന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ അജ്മൽ ബിസ്മിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓയിൽ വാങ്ങാൻ, സൺഫ്ലവർ ഓയിൽ നമുക്ക് ക്രിസ്റ്റലിൽ അതുപോലത്തെ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ബിസ്മിയിൽ വന്നാണ് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ ബിസ്മിയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബിസ്മിയുടെ ആ ഒരു കെട്ടിടത്തിൻ്റെ ഒരു മോഡൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്.
അപ്പം സാധനങ്ങളൊക്കെ വണ്ടിയിലിരിക്കുവാണ് കേട്ടോ. നാളെ എടുത്ത് വയ്ക്കുക. അപ്പോൾ രാത്രി 9 മണിയോളമായി സമയം. അപ്പം നമ്മൾ ഫുഡും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാം. എന്നിട്ട് നാളെ നമുക്ക് വണ്ടിയിൽ നിന്ന് എടുത്ത് വയ്ക്കുമ്പം എന്തൊക്കെ വാങ്ങിയെന്ന് നമുക്ക് നോക്കാം. നമ്മളപ്പോൾ ബിരിയാണി റൈസ് സെപ്പറേറ്റ് വാങ്ങിയിട്ട് ബീഫ് റൈസ് സെപ്പറേറ്റ് വാങ്ങിച്ച്, ബീഫ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ അഭാവത്തിൽ ഇപ്പോൾ വലിയ കഷ്ണം ബീഫൊന്നും കിട്ടാനില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ റൈസിനകത്ത് വേറെ ഗ്രേവി ഒന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു. ചേട്ടനും അങ്ങനെ എടുത്ത്. ആൻസിനാണെങ്കിൽ ചിക്കൻ ബിരിയാണി ആൻസൂട്ടം വാങ്ങിയതൊരു സിംഗിൾ ചിക്കൻ ബിരിയാണി. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ കേട്ടോ. നമ്മൾ കഴിച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ നാളെ കാണാം. നാളെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കാണാം. ഞങ്ങൾ നാളെ എടുക്കും, നിങ്ങളിപ്പം തന്നെ കാണാം. അപ്പോൾ വാങ്ങിയ സാധനങ്ങളിൽ നമുക്ക് അരി മാത്രമേ ഇപ്പോൾ ആവശ്യമുണ്ട്. അത് ദേ ചേട്ടൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ 15 കിലോ അരിയാണ് വാങ്ങിയത്. അരി കൊണ്ടാനോ വഴി ഇതിലേക്ക് പൊട്ടിച്ചിടാവോ? $35 വ്യത്യാസം വരുമെന്നല്ലേ? അരി സെയിമാ. ആ, പാക്കിങ്ങിന് പൈസ എടുക്കൂല്ലേ? ആയിട്ടോ, ഞാനൊരു ഇച്ചിരി അരി അതിലിട്ടേക്കും, ഒരിക്കലും ബക്കറ്റ് ഒഴിയാതിരിക്കാൻ. ഇതാക്കെടുത്ത് വെച്ചോ, വെള്ളം വയ്ക്കാം കേട്ടോ. അരി എടുത്തോ? ഇന്നത്തെ എടുത്തോ? ഇന്നത്തേക്ക് എടുത്തോ? എന്താ കഴിയിടാ? ഇല്ല, അരി ഇല്ലായിരുന്നു. ഇതിൽ നിന്ന് എടുക്കണം. ഞാൻ വെള്ളം നിറയ്ക്കണേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ ബാക്കി. അപ്പം നമ്മളിത് രാവിലെ എഴുന്നേറ്റിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുന്നത്. എനിക്കിപ്പോൾ രാവിലെ അരി ഇടാനുണ്ട്, അതുകൊണ്ട് ഞാൻ ചോറിന് വേണ്ടി അരി മാത്രം അടുപ്പിച്ചു. നമുക്ക് ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ അരിയൊക്കെ എടുത്ത് ചോറൊക്കെ വെച്ചു. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളെന്താ വാങ്ങിയെന്ന് നമുക്ക് നോക്കാം. ചേട്ടന് ഇവിടെ ഇല്ല കേട്ടോ. ഡിക്കി തുറന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാം. നമ്മുടെ ആൻസാണ് സാധനങ്ങളൊക്കെ എടുക്കുന്ന ആള്. നല്ല വെയിലാണ് കേട്ടോ. തുണിയൊക്കെ അലക്കി നമ്മൾ കുറച്ച് മുകളിലും. പപ്പയുടെ ആണോടാ മുകളിലിട്ടേക്കണേ? നീ തുറക്ക, സാധനങ്ങൾ എടുക്കട്ടെ. വാവ്, അതിനകത്തേക്ക് വെക്കാം. അതിനകത്തേക്ക് വെച്ചേ, മുറ അങ്ങോട്ട് വെക്കാം. അതാദ്യം എടുത്ത് മാറ്റിക്കേടാ, അത് അറിയാത്തേക്ക് വെച്ചേ. റോസ ഡിഷ്, ഇത് മറ്റേ തുണി കഴുകണതും പിന്നെ എണ്ണയാണ്, സൺഫ്ലവർ ഓയിലാണ്. അപ്പം നമ്മൾ റവ, പിന്നെ എന്നാടാ, അത് കണ്ണെഴുതണതാ, അതങ്ങോട്ട് വെച്ചേരാ. അത് മുഖം ക്ലീൻ ആക്കണതാ. ഇത് ഇവന് ഏതാണ്ട് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാ. ചോക്കോസ് വാങ്ങിയപ്പോൾ അതിൻ്റെ ബോട്ടിൽ ഫ്രീ കിട്ടിയതാണ്. വേഗം വേഗം എടുക്കുക. പിന്നെ അതെന്നാടാ, അത് അടിയിലേക്ക് പോവരുതേ, അതൊക്കെ മുകളിലേക്ക് മാറ്റി വയ്ക്കുക, പിന്നെ എടുക്കാം. അതൊക്കെ വെച്ചോ. കൊറിയണ്ടർ പൗഡർ, മല്ലിപ്പൊടി, ശർക്കര, പിന്നെ ആട്ട, പപ്പടം. വിഷുവൊക്കെ അല്ലേ വരുന്നേ? പപ്പടം, പിന്നെ എന്നാ അത്, ഇത് ടാങ്ക് ഓറഞ്ചിൻ്റെ ഫ്ലേവറും മാംഗോയുടെ ഫ്ലേവറും വാങ്ങിച്ചു. ഇത് മറ്റേ കടലയാണ് കേട്ടോ, വെള്ളക്കടലയാണ് കറി വയ്ക്കാൻ. ആൻസിന് വേണ്ടിയിട്ട് ഷാമ്പു വാങ്ങിച്ചതാണ്. എനിക്കും തേക്കാം. പിന്നെ പാർക്ക് അവന്യൂൻ്റെ ഒരു സ്പ്രേ ബോട്ടിൽ ചേട്ടൻ വാങ്ങിച്ച. എടാ വേഗം എടുക്കടാ. പിന്നെ ഹാർപ്പിക്ക് ടോയ്ലറ്റ് ക്ലീനർ, ഹാർപ്പിക്ക് അല്ലാതെ ബ്ലൂ മാജിക്. പിന്നെ അത് പിന്നെ എടുക്കാം. ഇത്രയും കൊണ്ട് വെക്കാം. ഇത്രയും കൊണ്ട് വെക്കണ്ടേ? പണ്ടൊക്കെ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്ന കാണാറില്ലേ, സാധനങ്ങൾ വാങ്ങി വണ്ടിയെ കൊണ്ട് ഓട്ടോയിൽ കൊണ്ട് ഇറക്കുന്നതും
എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ച് തരുന്നതും. വണ്ടിക്ക് ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ, സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അന്ന് ക്രിസ്റ്റലിലല്ല പോയിക്കൊണ്ടിരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പഞ്ചസാരയുടെ പതുക്കെ വയ്ക്കടാ, പഞ്ചസാര ആകെ ആക്കിയിട്ട് പഞ്ചസാര വാങ്ങി. പഞ്ചസാര അവല് യെസ് അതെനിക്കാ. സേമിയ മിക്സാ, ഡേറ്റ്സ്, അവൻ്റെ ചോക്കോസും. ഇത് വേറെ വേറെ എടുത്തോ, കൊണ്ടൊക്കെ പറഞ്ഞു. ആ പോടാ പോ, വെള്ളം കഴിക്കട്ടെ, വിശന്ന് കുടല് കരിയുന്നു. മാറ, മീൻ വെച്ച് ഇച്ചിരി വെള്ളം കൂടിപ്പോയി. മാറ, എടുത്തില്ലേടാ എല്ലാം. ഇത് നിന്റെ ടവലാണോ? ഓ, തലയിലുമിറ്റ് വെച്ചോണ്ടാ പോണെ. ഓയില് വന്നെടുത്തോണ്ടോ, ഒരെണ്ണം ഞാൻ എടുക്കാം. അതേ പോണം. ഈ ചെറുക്കന് ചുമട്ട് തൊഴിലാളി, അവൻ്റെ ചിരി നോക്കിക്കേ, ചുമട്ട് തൊഴിലാളി. കയ്യും പോയി. ഇതിന് ഇരുട്ടത്ത് നോക്കിയിരിക്കണ. അമ്മച്ചിക്ക് എടുക്കാൻ പാടില്ലേ? ഈ വിശക്കുവാ ചേട്ടാ. മീൻ വെച്ചിച്ചിരി വെള്ളം കൂടിപ്പോയി. മീൻ വെച്ചതാ. ആ, കുടിക്കാനുണ്ടാക്കിയതല്ല. പാത്രം വലിയ പാത്രം എടുത്തേ, പക്ഷെ അത്ര മീനില്ലായിരുന്നു. ഞാൻ അത്ര ചിന്തിച്ചില്ല. അയ്യോ, അങ്ങനെ മീൻ വെന്ത് പോവും. ഇപ്പൊ തന്നെ ഞാൻ കൊറേ വറ്റിച്ചപ്പോ മീൻ വെന്ത് പോയി. അതിനകത്ത് കുറെ ചാരെടുക്കുക. ചാരെടുത്തിട്ട് വേറെ നമ്മൾ പുറത്ത് വെച്ച് പറ്റിക്കുക. പറ്റിച്ച് അങ്ങ് ഒഴിച്ചു, അപ്പൊ കണ്ടീഷൻ ആവും. അത് പിന്നെ ചെയ്യാം. പിന്നെ ചെയ്യല്ല, ഇപ്പൊ അതിന് സമയമില്ല. എനിക്ക് വയ്യ, വിശന്നിട്ട് കുടല് കരയുവാ. അടുത്ത വീട്ടിലേക്ക് പൈനാപ്പിൾ കൊണ്ട് കൊടുക്കാൻ പോണാണ് കേട്ടാ. ഞാനും കൂടെ പോവാം. തീയിൽ കുരുത്ത ചേട്ടനെ നിങ്ങളാരെങ്കിലും കണ്ടോ? ചെരുപ്പ് ഊരിയിട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ നടുറോട്ടിൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് പോയി. അതിന് പറയാ വട്ട. കൂവടാ, കൂവിക്കടാ, കൂവാ. എൻ്റെ കൊച്ച് കൂവാനൊക്കെ പഠിച്ചു. കൂവാൻ പഠിച്ചല്ലോടാ, നീ കൂവാൻ പഠിച്ചല്ലോടാ. മുടുക്കനായി കേട്ടാ, മുതുക്കനായി. ബാസ്ക്യോേ കൂടാ, ഞങ്ങൾ കയ്യിലിരുന്നാലേ കൂവുള്ളൂ. എന്നിട്ട് അപ്പുറത്തെ കോഴി കൂവിടാ, വേണമെങ്കിൽ ഇപ്പുറത്തെ കോഴി കൂവടാ. ഇവൻ്റെ കണ്ണിന് മുഴുപ്പല്ലേ നോക്കി. ഞങ്ങൾ ചുണ്ടേ പിടിച്ചാലും കൂവും. ഞങ്ങൾ കൂവണം തോന്നി ഞങ്ങൾ എങ്ങനെ നിന്നാലും കൂവും. ഞങ്ങൾ തുന്തരന്മാര്. ബ്ലാക്ക് ബൂട്ടിയാണ് ഞങ്ങൾ, ബ്ലാക്ക് ബൂട്ടി. നിന്റെ കൂലായിട്ട് വേറെ എങ്ങാണ്ടെന്നൊക്കെ കൂണു. അവിടെ പട്ടിയാന്ന്. പട്ടിയല്ലടാ. നീ കോവിക്കാടാ, നീ കോവിക്കോ, കോവിക്കാടാ. നീ തലോടാതെ ഇരിക്കാൻ കൂട്ടെ. കൂടാ കൊക്കരക്കോ. നീ തലോടാതിരിക്കും, എന്നാലേ അവന് കൂവാൻ വരുള്ളൂ.
കൂവണില്ലേ? അതിന് കൂവിക്കോടാ, അപ്പുറത്തെ അവൻ കൂവി. നിന്റെ ഒരു ക്ലോസപ്പിലെ കൂവല് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കണം. ആ അത് തന്നെ, കിട്ടി 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 കിട്ടി, മതിട്ടാ. അപ്പോൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, പക്ഷെ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ വീഡിയോയും ഇടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വിശേഷം, പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.